വിശുദ്ധ വാരത്തിന് തുടക്കം കുറിച്ച ലോകമെങ്ങും ക്രൈസ്തവർ ഇന്ന് ഓശാന ഞായർ ആചരിക്കുകയാണ്. പീഡാനുഭവത്തിനും കുരിശുമരണത്തിനും മുന്നോടിയായി ക്രിസ്തുവിന്റെ ജെറുസലേം പ്രവേശനത്തിന്റെ ഓർമ്മയാണ് ഓശാന. ജെറുസലേമിലേക്ക് കഴുതപ്പുറത്തേറി വരുന്ന ക്രിസ്തുവിനെ ഒലീവിലകൾ വീശി ഓശാന പാടി സ്വീകരിച്ചുവെന്നാണ് വിശ്വാസം. മുത്തമിടും ഷാരോനിൻ താഴ്വാരം, ഓസ്ലേമിൻ തെരുവീഥികളിൽ ഉയരും കാഹള സംഗീതം. ഹോശാന 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 ഹോശാന. ഒലിവിൻ ചില്ലകൾ ഒന്നായി വീശി പുഞ്ചിരി തൂകി പാടുന്നു നീഹാരം, മുത്തമിടും ഷാരോനിൻ താഴ്വാരം. യേശുവിന്റെ ക്രൂശീകരണത്തിന് മുമ്പ് യേശു യെരുശലേം തെരുവീതിയിലൂടെ നടത്തിയ ഒരു ഘോഷയാത്രയാണ് നാം ഹോശാന ഞായറായി ആചരിക്കുന്നത്. ഓശാന ഓശാന. ജെറുസലേമിലെത്തിയ ദൈവപുത്രനെ വിശ്വാസികൾ ഒലീവിലയുമായി വരവേറ്റതിന്റെ സ്മരണ പുതുക്കുകയാണ് ഇന്ന് ക്രൈസ്തവർ. 40 ദിവസം നീണ്ട നോമ്പിന്റെ സമാപനം കുറിക്കുന്ന വിശുദ്ധ വാരാചരണത്തിനാണ് ഇന്ന് തുടക്കമാകുന്നത്. AD 33 യഹൂദർ പ്രതീക്ഷിച്ചിരുന്ന മിശിഹ താനാണെന്ന് ധ്വനിപ്പിച്ചുകൊണ്ട് യേശുക്രിസ്തു ജെറുസലേമിലേക്ക് രാജകീയ പ്രവേശനം നടത്തിയതിൻ്റെ ഓർമ്മ പുതുക്കുന്ന ദിവസമാണ് ഓശാന ഞായറാഴ്ച. ജനം TV-യുടെ എല്ലാ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിൻ്റെയും ഉദ്ധാനത്തിൻ്റെയും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. ക്രിസ്തുവിന്റെ ജെറുസലേം പ്രവേശനത്തിന്റെ പ്രതീകാത്മക ചടങ്ങുകൾ ഇന്ന് ദേവാലയങ്ങളിൽ ഉണ്ടാകും. ഒലീവിലയ്ക്ക് പകരമായി കുരുത്തോലകളാണ് വിശ്വാസികൾക്ക് നൽകുക. സംസ്ഥാനത്തെ ക്രൈസ്തവ ദേവാലയങ്ങളിൽ പ്രത്യേക തിരുകർമ്മങ്ങൾ നടക്കും. ജനം, തിരുവനന്തപുരം.